അസ്സലാമലൈക്കും. അപ്പോളേ നമ്മളിന്നൊരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന് കേട്ടോ പോണത് വേറെ ഒടുക്കുമല്ല, നമ്മളെ ദുൽഖർ സുലൈമാൻ പറഞ്ഞ വട്ടവടേക്കാ. അപ്പൊ എങ്ങനെ പോണിച്ച പട്ടാമ്പിന്ന് ട്രെയിൻ കയറിയിട്ട് എറണാകുളത്ത് എത്തണം. അങ്ങനെ എറണാകുളത്ത് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ കയറിയതാ. ഇത് റെയിൽവേയുടെ പുതിയ ഫീച്ചറാന്നാ തോന്നുന്നത്. ട്രെയിനിന്റെ ഉള്ളിൽ അക്കൂറിയൊക്കെ ഉണ്ട്, മാഷാ അല്ലാ സൂപ്പർ ആയിക്കണം. അങ്ങനെ പട്ടാമ്പിന്നാണ്ട് കയറിയിട്ട് സീറ്റ് ഇട്ടാത്തോണ്ടേ ലഗേജ് വെക്കണോടത്താണ്ട് കിടന്നു. അത് പിന്നെ വണ്ടിന്നിലാന്നുണ്ടായി. അങ്ങനെ എല്ലാവിധ ദുരിതങ്ങളും അനുഭവിച്ച് നമ്മൾ പടച്ചോന്റെ കുതിരത്തോണ്ട് എറണാകുളത്ത് കണ്ട് എത്തിക്കണം, മാഷാ അല്ലാ. അങ്ങനെ അവിടുന്ന് ഒരു ഊബറും പിടിച്ചിട്ട് നമ്മൾ നേരെ എറണാകുളം ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടു. ഈ കാണുന്നത് ബസ് സ്റ്റാൻഡ് അത്രേ, അല്ലാടെ വേണ്ടുക എന്നല്ലാതെ എന്താ പറയാ ഇതിനൊക്കെ. അങ്ങനെ ഈ കാണുന്നൊക്കെയാണ് നമ്മളെ സ്ട്രേഞ്ചർ മെമ്പേഴ്സ്. അങ്ങനെ അവിടുന്ന് 4 മണിക്കുള്ള KSRTC കയറി വട്ടവടക്ക് ഒരു ടിക്കറ്റ് കൊടുത്തു. ഇരിക്കാനൊരു സീറ്റ് കണ്ടിട്ട് നോക്കുമ്പോൾ അലി ജോസിന് പെണ്ണ് തെറ്റായമാരത്തെ പൊലിവേനിക്ക്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ അടിമാലി എത്തിക്കുമ്പോൾ ഒരു ചായ എടുക്കാൻ നിർത്തിയതാ. ഞാൻ ചായ പറയാൻ കാത്ത് കയറുന്നുണ്ട് KSRTC-കാരൻ വണ്ടി എടുക്കാൻ. പക്ഷെ ഞാനേ കുടിച്ചിട്ട് തന്നെ നീച്ചോളൂ കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ വട്ടവട എത്തിയൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു 11-11:30 കഴിക്കണം. അതാണെങ്കിൽ ഒരുമാതിരി ഒരു സമയമല്ലേ, രാവിലെ കണ്ട് വിടും ചെയ്ത് ഉച്ചക്കണ്ട് എത്തും ചെയ്തില്ല. അതുകൊണ്ട് ഒരു ബിരിയാണി പറഞ്ഞതാ. ഓരോ കടയുടെ അതേമാതിരത്തെ സാധനം തന്നെ നമുക്ക് കിട്ടും ചെയ്ത്, ഒരുമാതിരി അടുപ്പിലെ ബിരിയാണി. അവൻ തിന്നിട്ട് വട്ടവട വന്ന ഫറലായിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, സ്ട്രോബെറി ഫാം വിസിറ്റ് ചെയ്യല്. അങ്ങനെ അവിടുക്കണ്ട് പോയി. സംഗതി അവിടെ സീസൺ അല്ലാത്തതുകൊണ്ട് സ്ട്രോബെറി ഒക്കെ ആ കാടമുട്ടന്റെ വലിപ്പമുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ സ്ട്രോബെറി ഒക്കെ ചക്കന്റെ അത്ര വലിപ്പമല്ല ഉണ്ടാവില്ലേ. ഏതാ പോയി അവൻ കഴിഞ്ഞിട്ട് നമ്മളെ ചേച്ചി സ്ട്രോബെറി ഇട്ട് വാറ്റിയ കുറച്ച് വാറ്റും ജാമ തിന്നിട്ടേ കൺസിസ്റ്റൻസി പോരാറ് നോക്കുമ്പോൾ ചേച്ചി തള്ളക്കൈയിലടിച്ചു. ഓർക്കറിയില്ല ഇപ്പൊ ഞാൻ ഇവിടുത്തെ ഫുഡ് ബ്ലോഗറാണ് ഇന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ പ്രോപ്പർട്ടിക്ക് എത്തിക്കൊണ്ട് ഒരു സംഖ്യക്ക് നടക്കാണ്ട്. ഈ കാണുന്ന പൊളിമൂട് സാധനമാണ് നമ്മളെ പ്രോപ്പർട്ടി. ഇതേ ഇന്ന് ഇവിടുന്നാണ്ട് എത്തുമ്പോഴത്തിനുള്ള കോലം ആകണ്ട ഇടങ്ങറായി. അങ്ങനെ ഈ കാണുന്ന നമ്മളെ വട്ടവടയിൽ ഒരു ഹിഡൻ ജമ്മാട്ടോ. ഇവിടെ ഒരു ഗുഹ ഒക്കെ ഉണ്ട്, ഗുഹ ദമ്മ് ഗുഹ. ഇന്റെ എന്തോ ഒരു മണ്ടബുദ്ധിക്ക് ഞാനാണെങ്കിൽ ചെരുപ്പിടാണ്ട് പോരും ചെയ്തു. ചെരുപ്പമ്മ വെള്ളം വെച്ചിട്ട് കാട്ടിയ പണിയാണ്. ആണെങ്കിൽ ഇങ്ങനെ കുടുങ്ങാനും പാകില്ല. ലാസ്റ്റ് ഗുഹ കാണാതെ പോരേണ്ടി വന്നു. ആ കണ്ടതൊക്കെ പാടെ നടന്നിട്ടേ. പക്ഷെ വട്ടവടെ കയറുകയാണെങ്കിൽ ഇതൊരു വട്ടം എന്തായാലും ഒന്ന് കണ്ടോളിട്ടോ, മുതലാവും. അത് വേറെ കാര്യം. ഇത് പിന്നെ കുറെ കള്ള ബിലീസുകൾ ഉണ്ടാവുമല്ലോ, നല്ലൊരു സ്ഥലം നാസാക്കാൻ. അങ്ങനത്തെ ഏതൊക്കെ നായ്ക്കളൊന്നും പോയത്. ആ ഗുഹയിൽ സുഭാഷിന്റെ റീൽ എടുക്കണ അപ്പൊ നിങ്ങളാ കണ്ട് എന്താലേ ഓരോ പടപ്പുകൾ എന്നല്ലാതെ എന്താ ഇതിനൊക്കെ പറയാം. അങ്ങനെ വലിയ വാപ്പായിട്ട് ആദ്യം തന്നെ മണ്ടിയതാ മുന്നിൽ. ലാസ്റ്റ് വയ്യാണ്ട് തെറ്റി. ഈ ആദ്യ കാടിന്റെ ഉള്ളിൽ എന്ത് കാട്ടാനോ. ഇതിനാണ് പറയുന്നത് വന്ന വഴി മറക്കരുത്, വന്ന വഴി മറക്കരുത്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് സ്പോട്ട് പിടിക്കാൻ പോകട്ടോ. ഒരു ടോപ്പ് വ്യൂ പോയിന്റ് ഉണ്ട് വട്ടവടയിൽ. അവിടേക്ക് പോണടത്തുള്ള കുയ്യപ്പ് ഈ കണ്ട്. ഇതേമാതിരത്തെ ഒരു കുണ്ടി ഞാൻ പിന്നെ കണ്ടിരിക്കുന്നത് പട്ടാമ്പി നെസ്റ്റോന്റെ മുന്നിലാണ്. അങ്ങനെ അവിടെ പോയിട്ട് വരെ ചായയും കുടിച്ച് തിരിച്ചു വരുമ്പോഴാണ് എന്റെ കുറെ കാലമായിട്ടുള്ള സംശയമായിട്ട് തീർന്നത്, എവിടുന്ന പെട്രോൾ കിട്ടുക എന്നുള്ളത്. അങ്ങനെ നേരെ മുന്തി ആക്കുമ്പോൾ പരിപാടി ഓരോന്നോരോന്നായിട്ട് സ്റ്റാർട്ടായി. പക്ഷെ പരിപാടി തൂക്കിയത് ഈ മുതലാ. കണ്ടോളിയും കളി ഏതാ മൂഡ് സാധിച്ചിട്ടാ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഒരു ഗെയിമിൽ കണ്ട് കടന്നു. അത് അതിമനോഹരമായിട്ടൊരു തല്ലുമക്കാണാക്കി കൊടുത്തതിന്റെ ആഹ്ലാദ പ്രകടനമാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത്. അങ്ങനെ ആ അടി കഴിഞ്ഞിട്ട് പിന്നെ അടുത്തായിട്ട് തുടങ്ങി. രാത്രി ചപ്പാത്തിയും ചിക്കനും പൊരിന അടി. അടിന്ന് വെച്ചാൽ ദമ്മടി, പൊടി വേർന്നടി. അങ്ങനെ തീറ്റും കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി കിടന്നുറങ്ങി കേട്ടോ. രാവിലെ നീച്ച് നോക്കി നോക്കുമ്പോൾ അവസ്ഥ ഇപ്പൊ ഈ കാണുന്നത്. രാവിലെ ഒന്ന് കക്കൂസ് പോയതാ. ആകപ്പാടെ കൈയൊക്കെ മരവിച്ചിട്ട് തീയിലിട്ടേണ്ട അവസ്ഥയായി. അതും കൂടി എന്റെ കൈ നോക്കി നോക്കുമ്പോൾ പറയാ ട്രെക്ക് ചെയ്യാൻ പോണെന്ന്. അത് 750 മീറ്റർ കുത്തനുള്ള കയറ്റേ. പെരേന്നൊരു സാധനം മേടിക്കാൻ പോകാൻ പറഞ്ഞ ഒരു വണ്ടി ഇല്ലാതെ ഞാൻ അനങ്ങാത്ത നാനാ. എന്തായാലും വന്നതല്ല, എന്നിപ്പുണ്ടാവില്ല ഈ പരിപാടി വെച്ചിട്ട് കയറിയതാ. പക്ഷെ കാര്യപ്പെട്ട കയറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചത്രക്കൊന്നും സാധനം പെട്ടെന്ന് തന്നെ എത്തി. ഇതൊക്കെ പറഞ്ഞാൽ അവര് പറയും തന്തവൈബാണ് തന്തവൈബാണ്. എന്നാലും വേണ്ടില്ല, ഞാൻ പറയും ഇത് ഈ പേരുടെ ഓല മേലെന്ന് കാണാനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് കയറേണ്ട ആവശ്യമുണ്ട്. അത് ഈ ആദ്യം കുന്നൊക്കെ അത് കയറിയിട്ട് കീപ്പെട്ട് ഇറങ്ങുമ്പോഴാണ് പറയുന്നത് നമ്മളെ റൂമിൽ പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു. വന്ന മസ്റ്റ് ട്രൈ ഒരു സാധനം കേട്ടോ. കൊടൈക്കനാല് വട്ടവട ഇവിടുത്തെ പാഷൻ ഫ്രൂട്ട് അങ്ങനത്തെ കുറച്ച് ഫ്രൂട്ട്സുകൾ. നമുക്കെന്താ മണ്ടത്തരം പറ്റിച്ച് നമ്മൾ സീസണിലല്ല വന്നത്. അത് നല്ലൊരു അടിയായി, ഇല്ലെങ്കിൽ നല്ല തീറ്റ നടന്നു. പക്ഷെ ആ ഇടങ്ങരെ നമ്മൾ പുട്ടും കടലും വേണ്ടി തീർത്തും കൊണ്ടോ നല്ല തീറ്റ ഉണ്ട് തീർക്കണം. അങ്ങനെ തീറ്റയും കൂടിയൊക്കെ വേണ്ടി നമ്മൾ കുളിച്ച് മാറ്റി പെരേക്ക് പോകാനുള്ള ഏർപ്പാടില്ല കേട്ടോ. അങ്ങനെ പ്രോപ്പർട്ടിയിൽ ഇറങ്ങുമ്പോൾ ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചിട്ടുള്ളൂ, വണ്ടർ മുന്നിൽ കയറി നോക്കുമ്പോൾ ഓനൊന്ന് മോട്ടറാക്കാൻ വെച്ചിട്ടോ. ഓനാണെങ്കിൽ ഇന്നെക്കാട്ടി വലിയ മോട്ടർ. ഓന്റെ പാട്ടും ഓന്റെ പോക്കൊക്കെ പാടെ കണ്ടോക്കി നോക്കുമ്പോഴേ ഉള്ള ആയത്തിനെ കുറിച്ച് യാസീനൊക്കെ ഒതുക്കണം. ഞാൻ അപ്പം അവിടെ ഇരുന്നിട്ട് അങ്ങനെ വട്ടവടനോട് ബായും പറഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ടു. നേരെ പോകുന്ന ഇറങ്ങി ആലുവേല. അവിടെ എത്തിയൊക്കെ നോക്കുമ്പോൾ ബസ്സിന് ഏതോ കടി മൂത്തെടുത്ത് അന്ത ഒരു ചേച്ചിനെ പിടിച്ചിട്ട് ആ കടിമക്കാണത്തിലിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പട്ടാമ്പി കണ്ടെത്തിക്കണം. അൽഹംദുലില്ലാ. അങ്ങനെ നേരെ സഫേല് പോയിട്ട് ഒരു ക്വാർട്ടർ അൽഫാം ഒരു നെയ്ച്ചോറ് കണ്ട് തിന്നു. അപ്പൊ കിട്ടണ ഒരു സുഖം, മാഷാ അല്ലാ. അപ്പൊ ഓക്കെ, ബായ്.